ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു വീഡിയോ കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. കാളിഫ്ലവർ ചില്ലി നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ നോക്കാം. സൂര്യബെന്നി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ കാളിഫ്ലവർ ചില്ലി ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. ഇങ്ങനെ കട്ട് ചെയ്യട്ടോ. ഇങ്ങനെ കട്ട് ചെയ്യാം. ഇനി ഇത് ഇട്ടിട്ട് ഇനി നമുക്കതിന് പാത്രം അടുപ്പത്ത് വയ്ക്കാം. കുറച്ച് വെള്ളവും ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളം നന്നായി തിളച്ച് വരട്ടെ. വെള്ളം നന്നായി തിളയ്ക്കണം. ഇനി നമുക്ക് സ്റ്റവ് ഓണാക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി. ഇട്ടുകൊണ്ട് പിന്നെ കുറച്ച് ഉപ്പ്, ഇട്ടിട്ടുണ്ട്. വെള്ളം നന്നായി തിളച്ച് വരട്ടെ കേട്ടോ. അപ്പോൾ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. കാണുന്നുണ്ടോ? നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കാളിഫ്ലവർ ഇട്ട് കൊടുക്കാം കേട്ടോ. കാളിഫ്ലവർ നന്നായി ഞാൻ 2 പ്രാവശ്യം വെള്ളത്തിൽ കഴുകിയിട്ടാണ്. എന്നിട്ടാണ് ഞാൻ ചൂടുവെള്ളത്തിൽ കൊടുക്കുന്നത്. ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് നമുക്ക് മൂടി വയ്ക്കാം. ഇനി നമുക്ക് ഇതിന് വേണ്ടത് ഒരു പാത്രമാണ് കേട്ടോ. പാത്രം എടുക്കാം. ഇനി നമുക്കിത് ചേരുവകൾ ചേർക്കാനുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിൽ മസാലകൾ ചേർക്കാം. 1 ടീസ്പൂൺ കടലമാവ് ചേർക്കണം കേട്ടോ. 1 ടീസ്പൂൺ കടലമാവ്, 2 ടീസ്പൂൺ മൈദ. നിങ്ങൾക്ക് മൈദ മാവിൻ്റെ പകരം കോൺഫ്ലവർ മാവുണ്ടല്ലോ, അത് ചേർക്കാം കേട്ടോ. ഇനി അടുത്തത് 2 ടീസ്പൂൺ മൈദ ചേർത്തിട്ടുണ്ട്. ഇനി വേണ്ടത് മുളക് പൊടിയാണ്. മുളക് പൊടി 1 ടീസ്പൂൺ കേട്ടോ. മുളക് പൊടി 1 ടീസ്പൂൺ. ഇനി അടുത്ത് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച പേസ്റ്റ് ഉണ്ടല്ലോ, അത് തന്നെ 1 സ്പൂൺ കേട്ടോ. 1 സ്പൂൺ ചേർക്കാം. ഇനി അടുത്ത് നമുക്ക് കുരുമുളക് കേട്ടോ. കുരുമുളക് 1/2 ടീസ്പൂൺ കട്ടിങ് ചേർക്കാം. പിന്നെ ജീരകപ്പൊടി 1 ടീസ്പൂൺ. ജീരകപ്പൊടി 1 ടീസ്പൂൺ കേട്ടോ. ഇനി ഗരം മസാല 1 ടീസ്പൂൺ. ഗരം മസാല 1 ടീസ്പൂൺ. കുറച്ച് മഞ്ഞൾപ്പൊടി. നമ്മൾ ഏർക്കുന്ന മഞ്ഞൾപ്പൊടി ഇട്ടതാണ്, എന്നാലും ഒരു പിഞ്ച് അതിട്ട് കൊടുക്കുക. അപ്പോൾ ഇനി ഇതിലേക്ക് വേണ്ട നമ്മൾ 2 ടീസ്പൂൺ ഏത് എണ്ണയാണ് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്കിതിന് നന്നായിട്ട് മിക്സാക്കാം. കൈകൊണ്ട് തന്നെ മിക്സാക്കാം കേട്ടോ. നമുക്കിതിന് കുറച്ചുകൂടി ഉപ്പ് ഇട്ട് കൊടുക്കാം. നമ്മൾ മറ്റേ വെള്ളം തിളപ്പിക്കുമ്പോഴല്ലേ നമ്മൾ വെള്ളം ഉപ്പിട്ട് കൊടുത്തേ. അപ്പോൾ ഇനി കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നന്നായി മിക്സാക്കുക കേട്ടോ. ഇതിൻ്റെ കുറച്ച് വെള്ളവും ചേർത്ത് മിക്സാക്കണം കേട്ടോ. കാരണം നമ്മൾ വെണ്ണ ഒഴിച്ചാലും നമ്മളത് മിക്സാവില്ല. എന്നാലും കൂടെ കുറച്ച് വെള്ളം തളിച്ചിട്ട് മിക്സാക്കി വയ്ക്കാം. നിങ്ങൾക്ക് ഇതിൽ പിന്നെ ഫുഡ് കളർ ഉണ്ടല്ലോ, അത് ആഡ് ചെയ്യാം. ഞാൻ കളർ ആഡ് ചെയ്യുന്നില്ല. വീട് റോഡ് സൈഡാണ് കേട്ടോ. അതാണ് ഇപ്പോൾ വണ്ടിയുടെ ശബ്ദവും ഒക്കെ ഉണ്ട്. മരുന്ന് ക്ഷമിക്കണം കേട്ടോ. നന്നായി മിക്സാക്കാം. ഈ പരുവത്തിലായിട്ടുണ്ട്. ഇനി ഇത് പിടിക്കട്ടെ. നമുക്ക് ആ കോളിഫ്ലവർ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമ്മൾ
കോളിഫ്ലവർ നമ്മൾ ചൂടുവെള്ളത്തിന് എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ മിശ്രിതത്തിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതേ മിക്സ് ചെയ്യാം. അപ്പം ഇങ്ങനെ മിക്സാക്കിയിട്ടുണ്ട്. ഇത് ഒതുക്കിയിട്ട് മിക്സാക്കിയിട്ടുണ്ട് കേട്ടോ. ഒതുക്കിയിട്ട് ഇനി നമുക്കിത് സ്റ്റവ് ഓൺ ആക്കാം. അത് കുറച്ച് നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എണ്ണ നല്ല തിളയ്ക്കണം. കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ തിളക്കട്ടെ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇരുമ്പച്ചട്ടിയിൽ എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിവിടെ നമ്മൾ സാധാ പാത്രത്തിൽ എടുത്തിരിക്കുന്നു. നമുക്ക് വേണമെങ്കിൽ ഇരുമ്പച്ചട്ടി എടുക്കാം. എണ്ണ ഏതായാലും യൂസ് ചെയ്യാം കേട്ടോ. എണ്ണ നല്ല ചൂടാട്ടെ. ചായയോടെ എന്തെങ്കിലും കഴിക്കണമല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി ചെയ്യാവുന്നല്ലോ. എണ്ണ നന്നായി ചൂടായി വരുന്നുണ്ട്. തീ കുറച്ച് മീഡിയം സൈസിൽ വെച്ച് കൊടുക്കാം. നമുക്ക് ഓരോന്നായിട്ട് കൊടുക്കാം. ഇട്ട ഉടനെ നമ്മൾ മറിച്ചിടരുത് കേട്ടോ. കുറച്ച് എണ്ണയ്ക്ക് വേണം. മറിച്ച് കൊടുക്കാം. നമുക്കതിന് കോരി മാറ്റാം കേട്ടോ. നമുക്ക് അടുത്തത് കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കതിനെ കോരി മാറ്റാം കേട്ടോ. ഇതാ ബാക്കിയൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇട്ട ഉടനെ ഇളക്കിയ എന്താ പ്രശ്നം എന്നറിയോ, മസാലകൾ അതിൽ പിടിക്കില്ല. കാരണം അതിൽ എണ്ണയിൽ തന്നെ വേറിട്ട് പോകും കേട്ടോ. അതുകൊണ്ടാണ് പറയുന്നത്. ഇട്ട ഉടനെ നമ്മൾ ഇളക്കരുത്. ഇനി നമുക്ക് മറിച്ചിടാം.
കോരി മാറ്റാം. അതായിട്ടുണ്ട്, കോരി മാറ്റാം. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ആക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ കോളിഫ്ലവർ ചില്ലി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യട്ടോ. ഈവനിങ് സ്നാക്സിന് നല്ലൊരു റെസിപ്പിയാണ്. ഉണ്ടോ, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കാം. ഇഷ്ടം ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ.